എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നെൻ്റെ രണ്ടാമത്തെ റെസിപ്പി ഞാനൊരു ലാമ്പ് കറി ഉണ്ടാക്കണേ. ഇതിന് മുൻപ് ഒരു ചിക്കൻ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ട്രൈ ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ലാമ്പ് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ ലാമ്പ് കറി വയ്ക്കാൻ ഉള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ലാമ്പാണ് എടുത്തേക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചേക്കുക. ആദ്യം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഒന്ന് മരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ കോൺ സ്റ്റാർച്ച്, 2 ടേബിൾ സ്പൂൺ തൈര്, നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സൈഡിലോട്ട് നീക്കി വയ്ക്കാം. ഗ്രേവി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇഞ്ചി എടുത്തിട്ട് ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് എടുത്തു, പിന്നെ ഒരു 5 ഇതുപോലെ ഉള്ള ഗാർലിക് ക്ലോവ്സ് എടുത്തു. ഇത് നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാൻ യൂസ് ചെയ്തത് ഈ ഗ്രേറ്ററാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നൈഫ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള മസാലകളെല്ലാം തയ്യാറാക്കാം. ഞാനിവിടെ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നനച്ച് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ പാനിലാണ് ഈ ലാമ്പ് കറി തയ്യാറാക്കാൻ പോകുന്നത്. പാൻ ഹീറ്റ് ചെയ്തു. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ. പട്ട, പിന്നെ ഒരു തക്കോലം, 4 കറിയാമ്പൂ, 4 ഏലക്കായ. അതിനുശേഷം ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കും. അര ടീസ്പൂൺ ഉലുവ ഇട്ടുള്ളൂ. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ഇട്ട് കൊടുക്കുക.
2 സ്പ്രിംഗ് വേപ്പിലാണ് എടുത്തേക്കണം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് നേരത്തെ നനച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലൊഴിക്കണം. അപ്പോൾ അരപ്പൊക്കെ ഒരുവിധം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ അരച്ചു വെച്ച തേങ്ങയാണ് ഇതിലേക്ക് ചേർക്കാം. നാല് ടേബിൾ സ്പൂൺ ഉണ്ട്. അതിൻ്റെ തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ക്യാമറ എങ്ങനെയോ ഓഫായി പോയി. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം ഒരു ലൈറ്റായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ലാമ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ശേഷം ഞാൻ 250 മില്ലി തിളച്ച വെള്ളം ഇതിനകത്ത് ഒഴിച്ചു. അത്ര ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരേണ്ട വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വീണ്ടും കുക്ക് ചെയ്യാം. തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം വീണ്ടും മീഡിയത്തിലാക്കാം. തൽക്കാലം മൂടി വയ്ക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനത് തുറന്നിട്ടാണ് കത്തിക്കാൻ പോകുന്നത്, അത് കുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ എല്ലാം അധികം വേവില്ല, പക്ഷേ ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി അതിനോട് ചേരണം. അപ്പോൾ അതുകൊണ്ട് ഞാനിനി ലിഡ് വെക്കാതെ കുക്ക് ചെയ്യണം കേട്ടോ. ലാസ്റ്റായിട്ട് 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട്. അത് കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ ലാമ്പ് കറി റെഡിയായി. കണ്ടോ? ഇങ്ങനെ മതി, ഇതുപോലെ ഇരിക്കണം.